ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനത്തിൽ 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരേ ഒരു കൽപ്പനയിൽ എല്ലാ നിയമവും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പരസ്പരം വിഴുങ്ങുകയോ കടിച്ചു കീറുകയോ ചെയ്യരുത്. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും നമ്മൾ പാപം ചെയ്ത് പാപത്തിൻ്റെ അടിമയായി മാറരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് യോഹന്നാൻ 8:34 പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിൽ വീഴാതെ നമുക്ക് സ്ഥിരതയോടെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ദാനിയേൽ അച്ഛനോട് ഒരാൾ വന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അച്ഛൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. സ്നേഹമുള്ളവരെ, അപ്പോൾ അച്ഛൻ വീണ്ടും പറയുകയാണ്, ഒരു വ്യക്തി പാപത്തിൽ വീഴാതെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന്. അപ്പോൾ ചോദിക്കുന്നവർക്ക് അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പാപത്തിൽ വീഴാതെ നമ്മൾ സ്ഥിരതയോടെ നിൽക്കണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. വീണ്ടും പൗലോസ്ലീഹ ഇപ്രകാരം നമ്മൾ ഉത്ബോധിപ്പിക്കുന്നു: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരേ ഒരു കൽപ്പനയിൽ എല്ലാ നിയമവും അടങ്ങിയിരിക്കുന്നു എന്ന്. ആരാണ് നമ്മുടെ അയൽക്കാരൻ? ഈശോ നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് ആരാണ് നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുന്നു. നമ്മുടെ സഹായം ആർക്കെല്ലാം ആവശ്യമുണ്ടോ അവരെല്ലാം നമ്മുടെ അയൽക്കാരനാണ്. നമ്മൾ കണ്ടുമുട്ടുന്നവരും നമ്മുടെ കൂടെയുള്ളവരെല്ലാം നമ്മുടെ അയൽക്കാരനാണ്. ഇപ്പം നമ്മൾ ശേഖരിച്ച് വെക്കുന്നവരായി നമ്മൾ മാറാതെ മറ്റുള്ളവർക്ക് നൽകുന്നവരായിട്ട് നമ്മൾ മാറണം. മറ്റുള്ളവർക്ക് നൽകുമ്പോൾ സ്വർഗത്തിലെ നിക്ഷേപമായിട്ട് നമുക്കത് മാറുകയാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അവസാന വിധിയെക്കുറിച്ച് പറയുമ്പോഴും കൊടുക്കുന്നവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. സ്നേഹമുള്ളവരെ, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിലെ നിക്ഷേപമായിട്ടത് മാറും. ധനവാനായ യുവാവിൻ്റെ ഒരു കുറവുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. എന്തായിരുന്നു ധനവാനായ യുവാവിൻ്റെ കുറവ്? സമ്പത്തായിരുന്നില്ല, സ്വർഗത്തിൽ അവന് നിക്ഷേപമില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ധനവാൻ ലാസറിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞു. ധനവാൻ മരിച്ച് നരകത്തിൽ ചെന്നു, എന്നാൽ പാവപ്പെട്ടവനായ ലാസർ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ധനവാൻ നല്ല മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കുറവുണ്ടായിരുന്നു, അയാൾക്ക് കുറവുണ്ടായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2 കൊരിന്തോസ് 9:7 പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവർക്കാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന്. ഈശോയോട് നമുക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറും. അങ്ങനെ കൊടുക്കാൻ നമുക്കൊരു മനസ്സ്, നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കും സമൃദ്ധി ഉണ്ടാവും, കൊടുക്കുവാനും നമുക്ക് സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 2 കൊരിന്തോസ് 9:8 ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് നമ്മുടെ ദൈവമെന്നാണ് പറയുന്നത്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം, അതെല്ലാ തിന്മകളിൽ നിന്നും നിന്നെ രക്ഷിക്കുമെന്നാണ്. നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സമയവും ആരോഗ്യവുമെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. വീണ്ടും പ്രഭാഷകൻ 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു: മനുഷ്യന്റെ ദാനധർമ്മത്തെ വജ്രമോതിരം എന്ന പോലെയാണ് കർത്താവ് വിലമതിക്കുന്നത്. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് കാണുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, വയനാട്ടിൽ ചൂരന്മലയിലും മുണ്ടക്കയിലെല്ലാം ഉരുൾപൊട്ടലുണ്ടായി.
അവരുടെ ഓരോരുത്തരുടെയും വർഷങ്ങളായിട്ടുള്ള സമ്പാദ്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്കും സംഭവിക്കാം. പക്ഷെ എന്നാൽ നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമോ എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ കാരണം ഈ നിങ്ങൾ സമ്പത്ത് ഭൂമിയിൽ കരുതി വെക്കരുത്, അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ ഒടുങ്ങാത്ത നിക്ഷേപം കരുതി വെക്കണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നവരായി നമ്മൾ മാറി സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വയ്ക്കുന്നവരായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. വീണ്ടും പൗലോസ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം കടിച്ചു കീറുകയോ വിഴുങ്ങുകയോ ചെയ്യരുത് എന്ന്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ഉന്നതരായി നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുവാനും അവരെ സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെ വീണ്ടും പൗലോസ്ലീഹ നമ്മെ ഹെബ്രായർക്ക് ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നുവെന്നാണ് പറയുന്നത്. വിദ്വേഷത്തിന് വേരുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും വേര് വളർന്ന് 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 വടവൃക്ഷമായി മാറുകയും അങ്ങനെ അശുദ്ധരായി തീരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും നമ്മൾ സ്നേഹത്തിലായിരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ട കാര്യം ഒന്ന് ക്രോഡീകരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞ് പാപത്തിൽ വീഴാതെ സ്ഥിരതയോടെ നിൽക്കണമെന്നും അതുപോലെ എല്ലാവർക്കും നൽകുന്നവരായി നമ്മൾ മാറി സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം കൂട്ടിവെക്കണമെന്നും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്നുമെല്ലാം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.